ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ആദ്യമേ തന്നെ ഡിസ്ക്ലെയിമറായിട്ട് ഒരു കാര്യം പറയാം. ഈ വീഡിയോയിലൂടെ ഞാൻ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കുറ്റം പറയാനല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നതിന് വേണ്ടി കുറച്ച് ഉദാഹരണങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. 3-ാമത്തെയോ 4-ാമത്തെയോ വയസ്സിൽ അല്ലെങ്കിൽ 4-ാമത്തെയോ 5-ാമത്തെയോ വയസ്സിൽ ആരംഭിക്കുന്നതാണ് നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള വിദ്യാഭ്യാസം. പിന്നീട് അങ്ങോട്ട് 10th, 12th, ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ, അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റ് ടെക്നിക്കലായിട്ടുള്ള കോഴ്സുകൾ, ഡിപ്ലോമ, സ്കിൽഡ് കോഴ്സുകൾ ഒക്കെ ആയിട്ട് നമ്മുടെ വിദ്യാഭ്യാസം ഏകദേശം 15-20 വർഷത്തോളം തുടരുകയാണ്. ശ്രദ്ധിക്കുക, 15-20 വർഷത്തോളം. അതായത് ഒരു മനുഷ്യൻ്റെ ആയുസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ആരോഗ്യമായിട്ടിരിക്കുന്ന, രോഗങ്ങളൊക്കെ കുറവുള്ള ഒരു സമയമാണ്. വളരെ സന്തോഷമായിട്ടിരിക്കുന്ന കാലഘട്ടമാണ്. ബിക്കോസ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങൾ കുറവാണ്. ഉത്തരവാദിത്തങ്ങളുണ്ട്, പക്ഷേ അതിൽ കൂടുതലും സ്വയം വരുത്തി വെക്കുന്ന ഉത്തരവാദിത്തങ്ങളാണ്. അല്ലാതെ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചുമതലകളൊക്കെ കമ്പാരിറ്റീവ്ലി കുറവുള്ള ഏജാണ് പഠിക്കുന്ന കാലഘട്ടം. അതായത് 4-5 വയസ്സ് മുതൽ ഒരു 20, മാക്സിമം 25 വരെയൊക്കെ ഉള്ള ഒരു പ്രായം. ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയും വർഷം നമ്മൾ പഠിക്കുന്നു എന്ന് പറഞ്ഞു. നല്ല വിദ്യാഭ്യാസം നേടുന്നു, സർട്ടിഫിക്കറ്റുകൾ നേടുന്നു, അതിനുശേഷം ജോലി അന്വേഷിക്കാനോ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആരംഭിക്കുന്നു. ആ ഒരു സമയത്ത് നമുക്ക് മനസ്സിലാകുന്ന പല കാര്യങ്ങളുമുണ്ട്. നമ്മൾ നേടിയ സ്കില്ലുകൾ മാത്രം പോരായിരുന്നു. ഈ ഒരു മേഖലയിൽ നല്ല ഇൻകം കിട്ടുന്ന ഒരു ജോലിക്ക് നമ്മളിപ്പോൾ നമ്മുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ്സും ആ ഒരു സ്കില്ലും മാത്രം പോരാ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ്. ജോലി ചെയ്യാൻ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളെ ഹയർ ചെയ്യാൻ പലപ്പോഴും കമ്പനികൾ വിമുഖത കാണിക്കുന്നു. കമ്പനികൾ തയ്യാറാകുന്നില്ല. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇംഗ്ലീഷ് നന്നായി ഉപയോഗിക്കാൻ, നന്നായി സംസാരിക്കാനും എഴുതാനും ഒക്കെയുള്ള കഴിവ്. ജോലിക്ക് ശ്രമിച്ചു തുടങ്ങുന്ന സമയത്താണ് ഈ ഒരു കാര്യം പലർക്കും മനസ്സിലാകുന്നത്. ശ്രദ്ധിക്കണം, 15-20 വർഷം പഠിച്ച കാര്യങ്ങൾ ഒരു ജോലി ചെയ്യാൻ നമ്മളെ എലിജിബിൾ ആക്കുന്നില്ല. എന്തുമാത്രം പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ഇതെന്ന് ചിന്തിക്കണം. ഇനി നമുക്ക് ഇൻകം എന്നുള്ള ഒരു കാര്യം മാറ്റി നിർത്തി ജീവിതമായിട്ട് ബന്ധപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റു കുറച്ച് കാര്യങ്ങളെപ്പറ്റി ആലോചിച്ച് നോക്കാം. ആദ്യമായി മാനസിക ശാരീരിക ആരോഗ്യത്തെപ്പറ്റി നോക്കാം. ഇതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ് മനസ്സിൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യം എന്തുമാത്രം പ്രാധാന്യമുള്ളതാണെന്ന്. ഇത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ല എങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരാറുണ്ട്. പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റാതെ വരും. ജീവിതത്തിൽ ഉണ്ടാകുന്ന പല സിറ്റുവേഷനും നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റാതെ വരും. അതുപോലെ തന്നെ പ്രാധാന്യമുള്ള കാര്യമാണ് ശാരീരിക ആരോഗ്യവും. എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ് എന്തുമാത്രം വേദന അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകളാണ് ചികിത്സയ്ക്കായിട്ട് ചിലവാക്കേണ്ടി വരുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യം, മാനസിക ശാരീരിക ആരോഗ്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ തന്നെ ഉദാഹരണത്തിന് കണ്ണിൻ്റെ ആരോഗ്യത്തെപ്പറ്റി ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇപ്പോഴത്തെ കാലത്ത് എല്ലാ ആളുകളും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് സ്മാർട്ട് ഫോൺ. മറ്റെന്തില്ല എങ്കിലും, ഏത് റിലേഷനില്ല എങ്കിലും, ഭക്ഷണമില്ലെങ്കിൽ പോലും ആളുകൾക്ക് കുറേ നേരമൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റും. പക്ഷേ സ്മാർട്ട് ഫോൺ ഇല്ലാതെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാമെന്ന് പറയുന്നത് പോലും ഇപ്പോഴത്തെ കാലത്ത് വളരെ ബുദ്ധിമുട്ടുള്ള കാലമായി. അതായത് സ്മാർട്ട് ഫോൺ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയാവുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ കണ്ണിൻ്റെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? 20-30 മിനിറ്റിന് ശേഷമെങ്കിലും ഒരു ബ്രേക്ക് എടുക്കുക എന്നുള്ളത്. കാരണം സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്ക്രീനിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കണ്ണ് അടയ്ക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴാണെങ്കിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ഞാൻ സംസാരിക്കുന്നതിനിടയ്ക്ക് എത്രയോ തവണ കണ്ണുകൾ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നുണ്ടെന്ന്. പക്ഷെ നമ്മൾ സ്മാർട്ട് ഫോണിലെ സ്ക്രീനിൽ നോക്കുന്ന സമയത്ത് നമ്മൾ കണ്ണുകൾ അടയ്ക്കുന്നില്ല. പലർക്കും ഈ കാര്യം അറിയാം. അറിയാത്തവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇങ്ങനെ കണ്ണടയ്ക്കാതിരുന്നാൽ, കണ്ടിന്യൂസ് ആയിട്ട് സ്ക്രീനിൽ നോക്കിക്കൊണ്ടിരുന്നാൽ എന്താണ് സംഭവിക്കുന്നത്? കണ്ണ് കൂടുതൽ ഡ്രൈ ആകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. ഇത് കാഴ്ചയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ 20-30 മിനിറ്റിൻ്റെ ശേഷം കൃത്യമായിട്ട് ബ്രേക്ക് എടുക്കുക. കുറച്ച് നേരം ഫോൺ മാറ്റി വെച്ചിട്ട് പുറത്തേക്കോ അല്ലെങ്കിൽ മറ്റു വസ്തുക്കളിലേക്കോ ഒക്കെ നോക്കുക. അതായത് ഒരു ദിവസം പലതവണ പുറത്തിറങ്ങി ലോങ് ഡിസ്റ്റൻസിലേക്ക് നോക്കുക. അത് കണ്ണിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഐസ് റൊട്ടേറ്റ് ചെയ്യുക. റൈറ്റ്, ലെഫ്റ്റ്, അപ്പ് ആൻഡ് ഡൗൺ. കണ്ണിൻ്റെ ആരോഗ്യത്തെ മാത്രം സംബന്ധിക്കുന്ന വളരെ കുറച്ച് കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓർക്കുക, കണ്ണെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഒരുപാട് അവയവങ്ങളിൽ ഒന്ന് മാത്രമാണ്. ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള, സങ്കീർണമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന. ഒരുപാട് അവയവങ്ങൾ, ഓർഗൻസ് നമ്മുടെ ശരീരത്തുണ്ട്. ഇതെല്ലാം കൃത്യമായി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ
നമുക്ക് ആരോഗ്യമായിട്ടിരിക്കാൻ സാധിക്കും. കണ്ണിൻ്റെ കാര്യത്തിൽ പോലും വളരെ കുറച്ച് കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് ചിന്തിക്കുക, ഈ കാര്യങ്ങൾ പോലും അറിയില്ലാത്ത എത്രയോ പേരുണ്ട്, അല്ലെങ്കിൽ അറിയാവായിട്ടും പ്രാക്ടിക്കലായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാത്ത എത്രയോ ആളുകളുണ്ട്. 15-20 വർഷത്തെ വിദ്യാഭ്യാസം നേടി എന്നിട്ടും നമ്മുടെ ശരീരത്തിലെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമായ കണ്ണിൻ്റെ ആരോഗ്യം പോലും കൃത്യമായിട്ട് നമുക്ക് നോക്കാൻ പറ്റാത്ത എത്രയോ ആളുകളുണ്ട്. അപ്പോൾ ഓർക്കുക, നമ്മുടെ ശരീരത്തിൽ എത്രയോ അവയവങ്ങളുണ്ട്. അത് ഫിസിക്കൽ ഹെൽത്ത്, അതുപോലെ തന്നെ പ്രാധാന്യമുള്ള കാര്യമാണ് മെൻ്റൽ ഹെൽത്ത്. മെൻ്റൽ ഹെൽത്തിനായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പലർക്കും അറിയില്ല, ഇനി അറിയാമെങ്കിൽ പോലും ചെയ്യാൻ സാധിക്കുന്നില്ല. മാനസിക ശാരീരിക ആരോഗ്യം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും പഠിച്ചിട്ടും നമുക്ക് ഈ ഒരു കാര്യം മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല. മറ്റൊരു കാര്യം നോക്കാം. തോൽവികളും പ്രശ്നങ്ങളും ജീവിതത്തിൽ സർവ്വസാധാരണമാണ്. ഇതൊന്നുമില്ലാത്ത ജീവിതം ആർക്കുമില്ല. പക്ഷേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും വെല്ലുവിളികളും ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ യുവതലമുറ ഇതെല്ലാം ഫേസ് ചെയ്യാനായിട്ട് കേപ്പബിൾ ആണോ? ഇവരുടെ ജീവിതത്തിൽ നോർമലായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു പ്രശ്നവും ഇല്ലാത്ത ജീവിതം അസാധ്യമാണ്. അപ്പോൾ പഠിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സ്കില്ല് തന്നെയാണ് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ പ്രോബ്ലം സോൾവിങ് സ്കില്ലും അല്ലെങ്കിൽ തിങ്കിങ്, കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനമെടുക്കാനുള്ള ഒരു കാര്യവും നിർഭാഗ്യവശാൽ എല്ലാ കോഴ്സിൻ്റെയും ഭാഗമായിട്ട് സ്കൂളിലോ കോളേജിലോ നമ്മൾ പഠിക്കുന്നില്ല. അതെങ്ങനെയാണ് കുട്ടികളെ പിന്നീട് ബാധിക്കാൻ പോകുന്നത്? എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അവർക്ക് സ്വയം ആ പ്രശ്നം കൈകാര്യം ചെയ്യാൻ പറ്റാതെ വരികയും പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളിലേക്കും അത് ലീഡ് ചെയ്യുകയും പിന്നെ എന്താണ് ഉണ്ടാകുന്നതെന്ന് ഓരോരുത്തരുടെയും സാഹചര്യം അനുസരിച്ചായിരിക്കും അതിൻ്റെ ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത്. ചിലർ കുറച്ച് കഴിയുമ്പോഴെങ്കിലും അത് കൃത്യമായിട്ടുള്ള ആളുകളോട് പറയുകയും കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കിട്ടുകയും ചെയ്യുന്നത് വഴി വലിയ പ്രശ്നമില്ലാതെ സോൾവ് ചെയ്യാൻ പറ്റും. ചിലർക്ക് ആ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ചിന്തിക്കാനും നല്ല തീരുമാനം എടുക്കാനും സാധിക്കും. ചിലർ ഇതിൻ്റെ മോശമായിട്ടുള്ള റിസൾട്ടിലേക്ക് പോവുകയും അവരുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്യും. 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. മാനസിക ശാരീരിക ആരോഗ്യം, രണ്ടാമത്തേത് പ്രശ്നങ്ങൾ വരുമ്പോൾ ഫേസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഭക്ഷണവും വസ്ത്രവും. ഭക്ഷണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു ദിവസം 3-4 തവണ ഭക്ഷണം ആവശ്യമാണ്. നമ്മുടെ വീട്ടിൽ ഫുഡ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പ്രിപ്പയർ ചെയ്ത് വെച്ച ഫുഡ് പോലും എടുത്ത് കഴിക്കാൻ അറിയില്ലാത്ത, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച ശേഷം കൃത്യമായിട്ട് പ്ലേറ്റ് വാഷ് ചെയ്ത് വെക്കുകയും അല്ലെങ്കിൽ മിച്ചം വന്ന ഭക്ഷണം എവിടെ സൂക്ഷിക്കണം, എങ്ങനെ സൂക്ഷിക്കണം എന്ന് അറിയത്തില്ലാത്ത എത്രയോ ആളുകളുണ്ട്. അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും ചെയ്യാത്ത എത്രയോ ആളുകളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ ചെയ്തു തരുന്ന അവസ്ഥ എത്രയോ വീടുകളിലുണ്ട്. അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ കാര്യം. ഡ്രസ്സാണെങ്കിലും നമ്മൾ ഉപയോഗിച്ച ശേഷം ഡ്രസ്സ് കൃത്യമായി വാഷ് ചെയ്യാനും ആ വാഷ് ചെയ്ത ഡ്രസ്സ് ഉണങ്ങിയ ശേഷം അത് കൃത്യമായി അലമാരിയിലോ കബേർഡിലോ അറേഞ്ച് ചെയ്ത് വെക്കാൻ അറിയത്തില്ലാത്ത എത്രയോ ആളുകളുണ്ട്. അടുത്തതായി നമുക്ക് നമ്മുടെ നിയമങ്ങൾ, ഇന്ത്യയിലെ നിയമങ്ങളൊന്ന് നോക്കാം. നിയമങ്ങൾ നമ്മളെ ബാധിക്കാറുണ്ടോ? നിയമം നമ്മൾ പഠിക്കേണ്ടതുണ്ടോ? നിയമം പഠിക്കേണ്ടത് അഡ്വക്കേറ്റ്സ് ആണ്, അല്ലേ? പക്ഷേ നമ്മളും നിയമം അറിഞ്ഞിരിക്കണം. ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ അവിടുത്തെ നിയമം അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നിയമം അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ നിയമം അനുസരിക്കാത്തപ്പോൾ അത് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ബുദ്ധിമുട്ടുണ്ടായ ആൾ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ നിയമത്തിൽ പറയുന്ന പെനാലിറ്റി അല്ലെങ്കിൽ പണിഷ്മെൻറ്റ് അനുഭവിക്കാൻ ബാധ്യസ്ഥനാണ്. ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മളെല്ലാവരും അറിയുന്ന ഒരു നിയമമാണ് ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഹെൽമെറ്റ് ധരിക്കണം. അതുപോലെ 4 വീലറിൽ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതുപോലുള്ള വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് ധരിക്കണമെന്നുള്ളത്. ഇത് നമുക്കറിയാവുന്ന നിയമമാണ്. കാരണം അതിന് പ്രധാന കാരണം കൃത്യമായിട്ടുള്ള ചെക്കിങ് ഈ 2 കാര്യത്തിലും പോലീസും മോട്ടോർ വാഹന വകുപ്പും ചെയ്യുന്നതുകൊണ്ടാണ്. ഇതിനേക്കാൾ പ്രാധാന്യമുള്ള എത്രയോ നിയമങ്ങൾ നമ്മൾ മിക്കപ്പോഴും ലംഘിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. വാഹനം ഓടിക്കുമ്പോൾ തന്നെയുള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ലംഘിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെല്ലാം സ്മാർട്ട് ഫോണും ഇൻ്റർനെറ്റും സോഷ്യൽ മീഡിയയും ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ്. നിങ്ങൾക്കറിയാമായിരിക്കും, IT ആക്ട്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിൽ പറയുന്ന കാര്യങ്ങൾക്ക് വിപരീതമായിട്ട് അല്ലെങ്കിൽ ആ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. എപ്പോഴാണ് അതൊരു കുഴപ്പമാകുന്നത്? ഇത് ആരെയാണോ ബാധിക്കുന്നത് അവർ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുന്ന സാഹചര്യത്തിലാണ് നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്. ഓർക്കുക, നമ്മളെപ്പോലെ സാധാരണ വ്യക്തികൾക്ക് ഏതെങ്കിലും ഒരു നിയമം ലംഘിക്കുകയാണെങ്കിൽ എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായേക്കാമെന്ന്. ചിലപ്പോൾ നമ്മൾ അറിവില്ലാതെ ചെയ്യുന്നതായിരിക്കാം, പക്ഷേ നിയമത്തിന് മുന്നിൽ അത് തെറ്റ് തന്നെയാണ്. എനിക്കറിയില്ലായിരുന്നു, ഇങ്ങനൊരു നിയമം ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ഒരുപാട് നിയമങ്ങൾ ഇന്ത്യയിലുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഇന്ത്യൻ പീനൽ കോഡ് IPCയെ റീപ്ലേസ് ചെയ്ത് 2024 നിലവിൽ വന്ന ഭാരത് ന്യായ സംഹിത BNS, IT ആക്ട്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്, ട്രാഫിക് റൂൾസ്, സിവിൽ ലോ, ക്രിമിനൽ ലോ, അങ്ങനെ നിയമങ്ങൾ പറയാനാണ് ഒരുപാടുണ്ട്. ഇതിൽ പല നിയമങ്ങളും നമുക്കറിയില്ല, പക്ഷേ ഇതിൽ പല നിയമങ്ങളും നമ്മളെ ബാധിക്കുന്നതാണ്. നമ്മൾ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് നിയമങ്ങളുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഇതും നമ്മൾ ഔദ്യോഗിക വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി നമ്മൾ നേടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രാധാന്യവും നമ്മൾ അറിയുന്നില്ല.
അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? 15-20 വർഷത്തെ വിദ്യാഭ്യാസം നമ്മൾ നേടി, അതിനുശേഷവും ഏറ്റവും പ്രധാനപ്പെട്ട ജോലി അല്ലെങ്കിൽ ഇൻകവുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കാര്യം വരുമ്പോൾ, അല്ലെങ്കിൽ മാനസിക ശാരീരിക ആരോഗ്യം ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലും വെല്ലുവിളികളോ പ്രശ്നങ്ങളോ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് സോൾവ് ചെയ്യുന്നൊരു കാര്യം, ഫുഡ്, ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഫുഡ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഡ്രസ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതിലെ മജോറിറ്റി കാര്യങ്ങളും ഈ ഒരു വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പഠിക്കുന്നില്ല. ഇനി അഥവാ കുറച്ചെങ്കിലും പഠിച്ചെങ്കിലും അത് പ്രാക്ടിക്കലായിട്ട് കണ്ടിന്യൂ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത നമ്മൾ പഠിക്കുന്നില്ല, അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാൻ നമ്മുടെ വിദ്യാഭ്യാസം നമ്മളെ നിർബന്ധിക്കുന്നില്ല. ഒരു ശരാശരി മലയാളിയുടെ വളരെ ന്യായമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് അത്യാവശ്യം വേണ്ട ഒരു വരുമാനം നേടുകയും ചെറിയ ചെറിയ ഇഷ്ടങ്ങൾ ചെയ്തുകൊണ്ട് ഫാമിലിയോടൊപ്പം സന്തോഷമായി ജീവിക്കുക എന്നുള്ളത്. പക്ഷേ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷവും ഈ കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് നടക്കാതെ വരാൻ ഒരുപാട് സാഹചര്യങ്ങൾ ഇന്ന് നമുക്കുണ്ട്. ഇത്രയും പറഞ്ഞത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടുക എന്നുള്ളതാണെന്ന്. അങ്ങനെ തോന്നിയെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ ഉദ്ദേശിച്ചത് ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ എനിക്കോ നിങ്ങൾക്കോ പെട്ടെന്നൊരു മാറ്റം വരുത്താൻ സാധിക്കില്ല. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഈ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്യുക, അതോടൊപ്പം വിദ്യാഭ്യാസം നേടുന്ന അതേ കാലഘട്ടത്തിൽ നമ്മൾ ഇൻകം നേടാനും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കാനും, നമ്മുടെ പേഴ്സണലായിട്ടുള്ളതും അല്ലെങ്കിൽ നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റ് സ്കില്ലുകളും നേടുകയും നല്ല രീതിയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. ഇത്രയും ഞാൻ പറഞ്ഞതിൽ നിന്നും നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന്, ഇൻകവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. രണ്ട്, എങ്ങനെ ജീവിക്കണം, അതായത് പേഴ്സണൽ ലൈഫായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലോ നിയമമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ എങ്ങനെ ഫേസ് ചെയ്യണം, ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ സെക്കൻഡ് കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ അങ്ങനെ 2 കാറ്റഗറി ആയിട്ട് തരംതിരിച്ചുകൊണ്ട് ഓരോ കാറ്റഗറിയിലും നമ്മുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കാം. വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടാൻ സാധ്യതയുള്ളത് കൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഈ വീഡിയോയുടെ അടുത്ത പാർട്ടുകൾ നെക്സ്റ്റ് ഡേയ്സിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി.